സിറിയയിൽ നിന്ന് 75 ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 75 പേരെയും ലെബനനിലേക്ക് സുരക്ഷിതമായി മാറ്റിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. അതിൽ ജമ്മു കാശ്മീരിൽ എത്തി സിറിയയിൽ കുടുങ്ങിയ 44 പേരും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ആശ്വാസ വാർത്തയാണ് സിറിയയുമായി ബന്ധപ്പെട്ടിപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 75 ഇന്ത്യക്കാരെ സുരക്ഷിതമായി മാറ്റിയിരിക്കുന്നു. ലെബനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്ര അതെങ്ങനെയാണ്? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, ക്രിസ്റ്റീന, സിറിയയിൽ നിന്നും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന 75 ഇന്ത്യക്കാരെ സുരക്ഷിതരാക്കിയിരിക്കുന്നു. സിറിയയിൽ നിന്നും അവരെ സുരക്ഷിതരായി ലെബനിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ 75 ഇന്ത്യക്കാരിൽ 44 പേർ ജമ്മു കശ്മീരിൽ നിന്നുള്ള തീർത്ഥാടകരും ഉൾപ്പെടുന്നുണ്ട്. സൈനബിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തീർത്ഥാടനത്തിനായി ജമ്മു കശ്മീരിൽ നിന്നും സിറിയയിൽ എത്തിയ ഘട്ടത്തിലാണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായി ഈ പൊട്ടിപ്പുറപ്പെടുന്നത്. തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ അവർ സൈനബിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവരുൾപ്പെടെ 75 പേരെയാണ് ഇന്ത്യയുടെ ദമാസ്കസിലുള്ള എംബസിയും ബെയ്റൂട്ടിലുള്ള എംബസിയും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവരെ ലെബനിൽ എത്തിച്ചിരിക്കുന്നത്. ലെബനിൽ നിന്നുള്ള ഇവരുടെ യാത്രാ സമയം ഇതുവരെയും ക്രമീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്തിമമായ ഒരു അറിയിപ്പ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ലഭ്യമാകുന്ന ആദ്യ വിമാനത്തിൽ തന്നെ ഇവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് നീക്കം എന്നും അതിനായുള്ള മറ്റ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി എന്നുമാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ 2 എംബസികൾക്കും നൽകിയിട്ടുണ്ട്. ഈ എംബസികളുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടത്തുക എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ അറിയിക്കുന്നത്. സിറിയയിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന ഉറപ്പും വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ തന്നെ സിറിയയിലുള്ള ഇന്ത്യക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്നു. ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് ഉള്ള നിർദ്ദേശം നൽകുകയും ഇതിനായി വാട്സപ്പ് നമ്പറും മറ്റ് ഇമെയിൽ ID അടക്കമുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇവർക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. സ്ഥിരമായി താമസിക്കുന്ന 90 പേരാണ് സിറിയയിൽ ഉള്ളത് ഇന്ത്യക്കാരായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. അതിൽ 14 പേർ UN സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. മറ്റാളുകൾക്ക് മടങ്ങിയെത്താൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള അറിയിപ്പാണ് നൽകിയിരുന്നത്. അവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് കഴിയുമെങ്കിൽ സ്വയം കൊമേഴ്ഷ്യൽ വിമാനങ്ങളെ ആശ്രയിച്ച് എത്താവുന്നതാണ് എന്നും അത്തരത്തിൽ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുമുള്ള നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, സിറിയയിൽ നിന്നുള്ള ആശ്വാസ വാർത്ത എത്തിച്ചത് ബൽറാം നെടുങ്ങാടിയാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൽറാം, കൂടുതൽ വാർത്തകളുമായി വീണ്ടും ചേരുക.